രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമ്പോൾ ആരും കയ്യേറ്റം ചെയ്യുന്നില്ലെന്നും ഒരു പക്ഷയെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാരോ അല്ലെങ്കിൽ മറ്റ് സാമാജികരൊക്കെ പൂവങ്കോഴിയുടെ ശബ്ദമുണ്ടാക്കുമെന്ന് പരിഹസിച്ചാണ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചു കീറി ഒട്ടിച്ചത്. പാർട്ടിയുടെ ജയ്ഹിന്ദ് ചാനലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ഇൻ്റർവ്യൂ എടുത്ത് സൗഹൃദ പൂക്കളം എന്ന പേരിൽ പരിപാടി ഉത്രാടത്തിന് സംപ്രേഷണം ചെയ്യാൻ എല്ലാ ചരടുവലിയും നടത്തി ഷൂട്ടിംഗ് കഴിഞ്ഞു. എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് ഞങ്ങൾ വാർത്ത പുറത്തുവിട്ടപ്പോൾ ആ എഡിറ്റ് ചെയ്ത എലമെൻ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കൈ കഴുകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നവർ സ്വന്തം ഗ്രൂപ്പുകാരും മറുപക്ഷത്തുള്ള ആളുകളും ധാരാളമുണ്ട്. എന്നാൽ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പണ്ട് CBI ഡയറക്ടർക്കുറിപ്പ് സിനിമ ഇറങ്ങിയപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഇന്ന് ജഗതി തിരുത്തി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പഴയതുപോലെ ഒന്നും കേസ് അന്വേഷിക്കാതിരിക്കുന്ന ആളുകളൊന്നുമല്ല. അവരന്വേഷിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യക്ഷത്തിലാരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഫേസ്ബുക്ക് വഴി നിരന്തരം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ മൂന്നാം കക്ഷികൾ, അതായത് നേരിട്ട് ഇരകളാക്കപ്പെടാത്ത ആളുകൾ, മറ്റ് ഹർജിക്കാർ അവർക്ക് വേണ്ടി മറ്റ് ഹർജിക്കാർ ചില ഹർജികൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അപ്പോൾ നമ്മളൊക്കെ കേട്ടത് എന്താണ്? ഒരു യുവതിയുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്, ഗർഭഛിദ്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഫോൺ സംഭാഷണത്തിലൂടെ കേട്ടത്. എന്നാൽ ഒരേ പ്രൊഫഷനിലുള്ള രണ്ട് സ്ത്രീകൾ, അതായത് ഒന്ന് മാധ്യമപ്രവർത്തകയാണെങ്കിൽ അടുത്തതും മാധ്യമപ്രവർത്തക തന്നെ, അങ്ങനെ രണ്ട് ഗർഭമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അലസിപ്പിച്ചത്. അത് ഇവിടെയല്ല, കേരളത്തിലല്ല, ബംഗളൂരുവിലാണ്. അതിൻ്റെ രേഖകളും ബില്ലും സഹിതം ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെയെങ്കിൽ ഗർഭഛിദ്രം നടത്തിയത് പ്രായപൂർത്തിയായ യുവതിയാണ്. അവർക്ക് ഒരു കാമുകനുണ്ട്, കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ചതാണ്. ആ ഗർഭം ഇപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമപരിരക്ഷ ലഭിക്കുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഇങ്ങനെയല്ല, കാമുകനും അബോർഷൻ നടത്തിയ ആശുപത്രിയും ആശുപത്രിയിലെ ഡോക്ടറും ഒക്കെ ഇതിനകത്ത് പ്രതികളായി വരുമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇത് നിയമം നമുക്ക് കൃത്യമായി അവലോകനം ചെയ്യാൻ പറ്റില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കിയെന്നും ആ രണ്ട് ഗർഭവും അലസിപ്പിച്ചുമെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പുരപ്പുറത്തിട്ട് അലക്കാൻ പറ്റിയ വാർത്ത. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് അതിനേക്കാൾ ചിന്തോദ്ദീപകമായ സംഭവങ്ങൾ. ഒന്ന് പരിഹാസമായിരിക്കാം, പക്ഷേ എങ്കിലും കുറുക്കിക്കൊള്ളുന്ന പരിഹാസവും വിമർശനവുമായി കമൻറ്റ് ചെയ്യുന്ന ആളുകളും നിറഞ്ഞ് ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കോൺഗ്രസ് ഇങ്ങനെ തലപുകഞ്ഞാലോചിക്കുന്നു. കോൺഗ്രസ് ആദ്യം കരുതി ഇയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഭരണപക്ഷത്തു നിന്നുള്ളവർ, അതായത് കോൺഗ്രസിനെതിരെ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ സമരവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇങ്ങനെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയത്. ക്രൈംബ്രാഞ്ചിൻ്റെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ചിന് കൈമാറിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകളും വിവരങ്ങളും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ കയറുമ്പോൾ പൂവൻകോഴിയുടെ ശബ്ദവും ഇനി ഉത്തരവാദിത്തപ്പെട്ട ഗർഭങ്ങൾ അലസിപ്പിച്ച കേസിൽ ഞാൻ അഴിക്കുള്ളിലാകുകയാണെങ്കിൽ അതിൻ്റെ തലവേദന വേറൊന്ന് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഏതായാലും ഓണം കഴിഞ്ഞ് വരുന്ന നാളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.